ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. എല്ലാവരും വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞങ്ങൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്തേ നമ്മൾ പോയപ്പോൾ നമ്മളൊരു ഐറ്റം കണ്ടിരുന്നു, ഒരു സ്വീറ്റ്. അപ്പോൾ ഞാനതിങ്ങനെ 1-2 സ്റ്റോറിൽ നോക്കി, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി കിട്ടാനില്ല. ഞാൻ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ചു. എന്തായാലും റമദാനും അല്ലേ, അപ്പോൾ അങ്ങനെ ഐഫനോട് ഞാൻ അത് ഏൽപ്പിച്ചു. ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ. സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാതെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അല്ലേ. എന്താണ് മാസ്റ്റർ ഷെഫ് ഹൈഫൻ്റെ ഒപ്പം ഒന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറാമാനായിട്ട് ബാക്കിലുണ്ടാവും. ഹൈഫയാണെന്ന് മെയിൻ കഥാപാത്രം അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നോക്കാം. നോക്കല്ലേ, കടന്നാലോ, വീഡിയോയിലോട്ട് കിടന്നാലോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. പറഞ്ഞിട്ട് ഫസ്റ്റ് അടുപ്പ് ഓണാക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കൊന്നും വേണ്ട. വെള്ളം ചൂടാക്കി കണ്ട കെറ്റില് വെള്ളം ചൂടാക്കിയിട്ടൊക്കെ ഒഴിക്കുക. എളുപ്പപ്പണിന്റെ ഇതല്ലേ. വെള്ളത്തിന്റെ അളവൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് ഒഴിക്കുക. അളവൊക്കെ ഉണ്ടോ? നോക്കട്ടെ. അളവില്ലാന്ന് പറയണേ. അത് ശരി. ടേസ്റ്റ് വേണോ? ടേസ്റ്റ് ഉണ്ടാവില്ല, അതേ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അടുത്ത എന്താണ് പറഞ്ഞിട്ട് എടുക്കുക സാധനങ്ങളൊക്കെ. ബട്ടർ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബട്ടർ എന്താണ് അത് പറയും. ഇതേതാ ബ്രാൻഡ് ഏതാണ്? അങ്ങനെ ബ്രാൻഡൊന്നും കാണാനല്ല, ഫുള്ള് എന്താ ക്രിസ്മസ് ആണോ ബ്രാൻഡ്? അങ്ങനെ എന്താ ഇതാണ് ലൂർപാക്കിൻ്റെ ബ്രാൻഡാണ്. അതായത് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ബട്ടർ, സെയിം ഇതാണ്. അതിൻ്റെ നമ്മൾ സ്ലൈറ്റ്ലി കുറച്ച് സോൾട്ട് കുറഞ്ഞ ബട്ടറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ പറയേണ്ടതാണ്, ഞാനാ പറയണത്. ഞാൻ എന്താ അത് വെള്ളത്തിലേക്ക് ഇട്ടുണ്ട് അല്ലേ. ഇനി വേണോ? എന്നാ മൊത്തം കിട്ടോ? മൊത്തം ഇടാൻ പറ്റില്ല. ഓക്കെ. ഇനി അടുത്ത എന്താ? വാനില എസൻസ് ഇടണം, ഉപ്പിടണം. ഉപ്പ് ഇവിടെ ഉണ്ടോ? ഉപ്പ് എവിടെ? ഞാൻ ഒളിപ്പിച്ച് വെച്ചാണ്, കണ്ടെത്തി. ശരി, ഉപ്പിട്. എന്താ അളവ് നോക്കിയിട്ടൊക്കെ ഇടുള്ളൂ. ഞാനേ കണ്ടില്ല അന്ന് ഇങ്ങനെ ഇങ്ങനെ കൊട്ടിയതുണ്ടല്ലോ, അങ്ങനെ കിടന്നു. എന്താ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വന്നാണ്, ഇത് മനുഷ്യന്റെ ദേഹം തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സൗണ്ട് ഇടുകയാണല്ലോ. വീട് കഷ്ടപ്പെട്ട് പഞ്ചസാര ഉണ്ടപ്പോ എനിക്ക് അതാ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആവണം. ഇത് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ എന്താ പറയുക, ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല. ലൈഫ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ക്ഷമ തീരല്ല. മധുരം ഉണ്ടാവണം, മധുരമൊക്കെ നോക്കണം ഇടയ്ക്ക്. എത്രയൊക്കെ ഇടുന്നുണ്ട്. ഇന്നെന്താ അടുത്ത്? അതിങ്ങനെ ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്. വേഗം ചടപടേന്നാവണം. ഇതിനൊക്കെ അളവുണ്ടോ അതോ വെറുതെ ഒഴിക്കുക? ആര് പറഞ്ഞു? ഓക്കെ. ഇനെന്താ വേണ്ട അടുത്ത്? ഇനി അടുത്തതൊന്ന് മിക്സ് ആവട്ടെ, എന്നിട്ട് മൈദ. ഓക്കെ. നന്നായിട്ട് ഇളക്കട്ടെ. അങ്ങനെ തന്നെ. ബട്ടർ മതി അതിന്, വേണേ കുറച്ചും കൂടി കിട്ടോ. എനിക്കൊരു സംശയമുണ്ട്, ഇന്ന് ഹൈഫാസ് കിച്ചൺ ആയതുകൊണ്ടേ അല്ലേ. ഇന്ന് എന്നോട് തൊട്ടു പോകരുത്, ഓളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കും, സഹായിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണത്. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ക്യാമറ പിടിച്ച് ബാക്കിൽ നിൽക്കും. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ നിൽക്കാം. ടേസ്റ്റ് നോക്കിട്ടാ? അതെ, ടേസ്റ്ററായിട്ട് അല്ലേ. വേഗം. ഹൈഫയ്ക്ക് ഇതിന് മുന്നേ ഞാൻ എപ്പോഴാണ് കുക്ക് ചെയ്യാൻ തന്നത് ഓർമ്മയുണ്ടോ? ഇതൊന്നും പറയാത്തെന്താ? എന്താ അന്ന്? മന്തി അല്ലല്ലോ, ഒറ്റയ്ക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ എന്താ ഫ്രൈഡ് റൈസ് ആദ്യമായിട്ട് ഉണ്ടാക്കി പറഞ്ഞോ. സാധനമൊക്കെ ആൾ ഉഷാറായി ഉണ്ടാക്കിയില്ലേ, ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രം.
എന്താ സംഭവം? എന്താ ഉപ്പ് എന്താ എന്താ എനിക്ക് ബുദ്ധിമുട്ട്? എനിക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അതെന്താ ഇത് ഇടാ. ഞാൻ അടുത്ത് മൈദ ഇടണം. മൈദ ഇത്ര മതിയോ? നോക്കാം, ഇനി വേണമെങ്കിൽ ഇടാം. പാക്കറ്റ് മൈദ ഉണ്ടോ വേറെ? മൈദ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇളക്കണ്ടത്, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കില്ലേ? കട്ട പിടിക്കണം. ഇതിന് വല്ല കുറിഞ്ചാത്തനൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുക? അരിക്കൊന്നും വേണ്ട. എനിക്കറിയില്ല. എന്താ ദേഷ്യപ്പെടുന്നെന്താ? അതെ, ഹൈഫ മരത്തിന്റെ തട്ട് കൊണ്ട്, അങ്ങനല്ലേ തട്ടല്ലേ, വുഡൻ സ്പാച്ചുല അങ്ങനെയുള്ള അങ്ങനെ ആരുണ്ട്? കുറച്ചുകൂടെ വേണ്ടിയിരിക്കുന്നു. വേണം. ഇത് ഞാൻ ഇളക്കേണ്ടി വരും അല്ലേ? അതെ, ഇതാണ് ടെക്സ്ചർ. ഈ സാധനം ഇതായി. ഇപ്പൊ ഇവിടെ ഇനിയിപ്പോ മൈദ എടുക്കുന്നത്. അത് മൈദ പോലും അറിയില്ല. ഇതാണ് മാസ്റ്റർ ഷെഫ് ഹൈഫ ഹബീബ് അല്ലേ? ഹൈഫ ഹബീബ് അല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ പറയാനല്ലേ. ഇതെന്താ, ഇതിപ്പോ എന്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇളക്കിക്കൊണ്ടിരുന്നത്? ഇത് കട്ട പിടിച്ചു. കുറച്ചുകൂടി മൈദ വേണ്ടിയിരിക്കുന്നു. ഇളക്കി കേട്ടോ. ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ എന്താ കാട്ടണ്? അതുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇതിങ്ങനെ ഇതിപ്പോ ഒരുപാടായല്ലോ. അതെ, ഓളെന്തൊക്കെയാ കാട്ടുന്നത്. അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടല്ലോ. മഞ്ഞ കളറാ പൊടി, നല്ല രസമായിരിക്കും. ഹൈഫന്റെ കുക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാ വിചാരിച്ചു. അത് എന്നെ നോക്കണൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കിട്ടില്ല. ഞാൻ ഒളിഞ്ഞു നിന്നു. ഇതെങ്ങനെയുണ്ട്? നല്ല സുഖമല്ലേ? അങ്ങനെ പറയരുത് നീ, അധ്വാനിക്കുവിൻ. എന്താ കാട്ടുന്നത്? അതൊക്കെ അടി പിടിച്ചല്ലോ. അടിയൊന്നും പിടിച്ചില്ല. എവിടെ അടി പിടിച്ചു? ഞാൻ എന്റെ ഡ്യൂട്ടിയിൽ നിന്ന് എന്താ വെച്ചാൽ അതാ എന്തൊക്കെ വീണു. ഇപ്പൊ പൊളിച്ചു ഇളക്കുമ്പത്തിനും വീട് മൊത്തം പൊളിക്കും തോന്നുന്നു. എന്റെ ഡ്യൂട്ടിയിൽ നിന്ന് എന്താ വെച്ചാൽ ഹൈഫനെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വെറുപ്പിക്കാം. അതെ, കൊളാക്കിയിട്ട് ഉള്ള പേരും പറയണം. അതാണ് എന്റെ ഡ്യൂട്ടി. കാരണം ഇന്നോട് തൊട്ട് പോകരുതെന്നാണ് പറഞ്ഞിരിക്കണത്. ഇനിയിപ്പോ പുതിയ കണ്ടുപിടിച്ചു ഇതുകൊണ്ട് ബബിൾ ടീ ഉണ്ടാക്കാം. അങ്ങോട്ട് ചെയ്യ്, വേഗം 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 സ്പീഡാക്കണം. എന്നോട് ചോദിക്കണതിന് അത് മധുരം ഉണ്ടായില് ഒക്കെ നോക്കിയോ? അത് പിന്നെ ന്യൂട്രലി എന്തൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതില് മധുരം ആയാലും ഉണ്ടാവില്ല, അധികം ഒന്നും ഇടൂല. എന്തൊക്കെ ആയിണ്ട്. വേറെ അപ്പൊ ഞാൻ സഹായിക്കണോ? എന്നോട് സഹായിക്കണ്ട പറഞ്ഞു. സഹായിക്കണ്ട പറഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി വെക്കാന്ന് ഞാൻ വിചാരിച്ചു വെറും അതുമാത്രം കാണിച്ചിരുന്നു. പക്ഷെ അതുമാത്രം കാണിച്ചതിനെ കാണുന്നവർക്കും ബോറായിരിക്കും. കാരണം നിന്റെ ഓരോ എക്സ്പ്രഷനെ കാണുമ്പോളേ മനസ്സിലാവും. അതെ, ഞാൻ ഇളക്കണോ? ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇളക്കി തരാം. തള്ളിയിടുന്നു എന്നെ, ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. കഴിഞ്ഞോ? 10 മിനിറ്റ് കൊണ്ട് തീരുമാനിട്ട് വന്നാണ്. എടുക്കും. ഞാനും പോയി റെസ്റ്റ് എടുത്തിട്ട് വന്നാലോ? അവിടെയാണോ പാത്രം വെച്ചിരിക്കുന്നത്? ഏതെങ്കിലൊക്കെ ഒരു പാത്രത്തിലിടുക. ഇങ്ങനെ ഇളക്കി 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 കൊണ്ടേ ഇരിക്കണം. കൊളാക്കുക, എങ്ങനെയൊക്കെ കൊളാക്കുക, അതൊക്കെ കൊളാക്കുക. എങ്ങനെയുണ്ട്? എന്റെ സഹായം എനക്ക് ഇഷ്ടമായോ? റമദാൻ മാസമാണ്, അതുകൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് മടി പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഭയങ്കര തണുപ്പാണ് പുറത്ത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക നല്ല തണുപ്പ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര എന്താ പറയുക കൈ വിറയ്ക്കുക. എന്നോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. 1 മിനിറ്റ് ഇതൊന്നും ഇട്ട് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാൻ ബാക്കി. വേഗം ഇട്. ഇതൊക്കെ എൻ്റെ സഹായത്തിലാണ് ചെയ്യണത്. ഞാൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യല് ഹൈഫ? അതെ, ശരി എന്നാ. ഇന്നെങ്ങാനും തീരുമോ? എന്താ കാട്ടുന്നത്? ഒരു സ്പൂൺ എടുക്കുക. സ്പൂണും കൊണ്ട് ചെയ്യും, മറ്റേ കൊണ്ട് കിട്ടില്ല ചിലപ്പോൾ. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഈ പരിപാടി തീർത്തു. അതായത് ജസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക അത് ഒരു എന്താ പറയുക മാവ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള ഹൈഫ പറയണം. നേരത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റമദാൻ മാസം ആയതുകൊണ്ടേ ഇവിടെ തണുപ്പും എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക പുറത്തിറങ്ങലൊക്കെ കുറവാണ്. റൂമിനുള്ളിൽ ഭയങ്കര ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തിറങ്ങാൻ തന്നെ തോന്നുന്നു. ഇപ്പോൾ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഹുഡി ഇട്ട് അതിൻ്റെ ഉള്ളിൽ ബനിയൻ ഇട്ടിട്ടൊക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്.
അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല സുഖം. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കൽ കുറവാണ്. ഇൻഷാ അള്ളാ റമദാൻ മാസമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി എന്താ പറയുക ആക്റ്റീവ് ആവുമല്ലേ. പുറത്തൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അധിക ദൂരത്തേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇൻഷാ അള്ളാ റമദാൻ മാസം കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ട്രാവലിൻ്റെ അല്ലേ കുറച്ച് ട്രിപ്പുകൾ സെറ്റാക്കാനുണ്ട്. എന്താ ഓക്കെ അല്ലേ? വലിയൊരു ട്രിപ്പ് ഉണ്ട്. ആളെ വെട്ടി നാട്ടിലേക്ക് അയക്കാണ്ട് അല്ലേ പോലെ. ഞാൻ അവിടെ പോയി എൻജോയ് ചെയ്യും. അടുത്ത പെരുന്നാൾക്ക് മുന്നേ നാട്ടിലെത്തിക്കണം. ഇനി പറ അടുത്ത എന്താ അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്? അടുത്ത റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം കാണിച്ചാലോ. അല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കുക പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചെയ്യാനല്ലേ? ഒരു സാധനം റെഡിയാക്കി വെക്കാം നമുക്ക്. എന്ത് സാധനം? എന്താ ചോദിക്കരുത്, ഉണ്ടാക്കുമ്പോ കാണിച്ചു ഞാൻ. അപ്പൊ എന്നോടും പറയില്ല. ഞാനും പഞ്ചസാരയും മറ്റേ അതിന്റെ പേര് നമ്മൾ നേരത്തെ പോയി വാങ്ങിയത് എന്താ അതിന്റെ പേര്? സിനമൺ പൗഡർ. യെസ്, ആ സാധനം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കണം. അത് ലാസ്റ്റിലേക്കുള്ള സ്റ്റെപ്പ് അല്ലേ അതിന്റെ? വേറൊന്നുമില്ല. പിന്നെ ഇത് ജസ്റ്റ് ഇതാക്കുക. ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ വെക്കണം? റെസ്റ്റ് ചെയ്യാൻ വെക്കണം? ചൂടാറിക്കോട്ടെ എന്നിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം കാണിച്ചു കൊടുക്കണല്ലേ? നാട്ടിൽ നിന്ന് എനിക്ക് എല്ലാരും മറ്റേ പൈപ്പിംഗ് ബാഗ് ഇതിൽ ഉണ്ടാക്കും. ഞങ്ങൾ എന്നോട് നാട്ടിൽ നിന്ന് നൂൽപുട്ട് ഉണ്ടാക്കി തരാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അതിന്റെ കുറെ ഐറ്റംസ് പലതരം മച്ചുകളുണ്ട് ഇവിടെ. കാണിച്ചു കൊടുക്കട്ടെ ഒരു മിനിറ്റ്. ഇത് കിട്ടുന്നില്ലല്ലോ. അത് നൂൽപുട്ട് ഉണ്ടാക്കാൻ, ഇത് ഏത് സാധനം ഉണ്ടാക്കാൻ, ഇത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. എന്തൊക്കെ കുറെ ഐറ്റംസ് ഒരു പാക്കേജായി കിട്ടിയത്. അപ്പൊ നമ്മളിന്ന് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോണത്. അത് ഇനി ഹൈഫന്റെ കയ്യിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ. എന്തായാലും നൂൽപുട്ട് കിട്ടിയില്ല, ഇതെങ്കിലും കിട്ടുമോ നോക്കട്ടെ ടേസ്റ്റ് കൊടുക്കണേ. പക്ഷെ അന്ന് എനിക്ക് ഇതുപോലെ തന്നെ മറ്റേ റവ കേക്ക് ഉണ്ടായിരുന്നുണ്ടോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ഒന്നും പറയില്ല. അതിന് ശേഷം ഞാൻ വീണ്ടും ഉണ്ടായി തന്നു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒന്നുകൂടി ചോദിക്കണം. കട്ട് ചെയ്തോ? പുറത്തുനിന്ന് കൊണ്ടുപോണ്ടേ? അത് ശരി, പിന്നെ മനഃപൂർവ്വം വീട്ടിൽ നിന്ന് പുറത്താക്കല്ലേ? പുറത്തല്ലെങ്കിലോ ഭയങ്കര തണുപ്പ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീണ്ടും പോകണം. ഇടുന്ന മൊത്തം ഇന്റെ ഡ്രസ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളുടെ ആക്കം കിട്ടുക. ചെറിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ്. ശരി, അപ്പം ഞാനേ വേസ്റ്റ് ഓക്കെ പറഞ്ഞത് കേൾക്കാണ്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് ചെയ്യാനുണ്ട്. എന്ത്? അതെ ഇതാണ് സാധനം. ഇങ്ങനെ കുഴച്ച് നമ്മളൊരു വിധത്തിലാക്കണം. എന്തോ കുഴഞ്ഞോ? ചൂടുണ്ടോടി? ചെറിയ ചൂടുണ്ട്. വലിയ ചൂട് വേണമായിരുന്നു. അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് സെറ്റാക്കി വെക്കിയത്. എന്നിട്ട് വേണം റെസ്റ്റാക്കി വെക്കാൻ. ഓക്കെ, നടപടി ആകുമോ? അതെ, സ്ഥാനം മാറിക്കഴിഞ്ഞൊക്കെ ശരിയാവുന്ന പറയുന്നു. എന്തൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ ഭയങ്കര ഇതാണല്ലോ. കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അല്ലേ, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണ്? വാങ്ങിച്ചെന്തെന്നില്ല, അടുത്ത് ഉണ്ടാക്കിപ്പിക്കാലോ. ഞാൻ ഇപ്രാവശ്യം റമദാൻ കഴിയുന്നവരെ ഇടയ്ക്കും നിലക്കായിട്ട് ഹൈഫൻ്റെ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. ഓരോ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് വരുന്നതായിരിക്കും. ഷവർമ ബോക്സ്. പിന്നെ എന്തൊക്കെയാണ് ഓരോ ലിസ്റ്റുകൾ പറയും, നോക്കട്ടെ. പിന്നെ ഉണ്ടാക്കണ ഫുള്ള് ചീസ് കൊണ്ടുള്ളതാ. ചീസ് കൊണ്ട് എന്താ ഉണ്ടാക്കണത്? ചീസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ചീസ് ഇഷ്ടമല്ലായല്ല, ചെറുതായിട്ടൊക്കെ കഴിക്കാം. ഒരുപാട് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഐറ്റം. ഇവിടെ ആണെങ്കിലോ എല്ലാ ഫുഡും ചീസാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ അത്ര ചീസ് ഇഷ്ടമല്ല. നമുക്ക് ലൈറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ബർഗർ വാങ്ങണതിലടക്കം ഞാൻ ചീസുള്ള ബർഗറാണെങ്കിൽ ഞാൻ ചീസ് ഒഴിവാക്കിയിട്ടേ കഴിക്കലുള്ളൂ. ഐഫാണെങ്കിൽ എക്സ്ട്രാ 2 ഇടുക പറയൂല്ലേ?
പോരാ സ്പീഡില്ല കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പണി കഴിഞ്ഞ് നമ്മളവിടെ റൂമിൽ പോയി ഇരിക്കുന്നുണ്ടാവും. ഇവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പായതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല. എവിടെ ഇരുന്നാലും ഫുള്ള് തണുക്കും. റൂമാകുമ്പോൾ ഭയങ്കര സുഖമാണ് ലൈഫ. ഓൾക്കാണെങ്കിൽ റൂമിലേക്ക് പറ്റില്ല. പറഞ്ഞോ. ഇവിടെ ഹീറ്റർ ഉണ്ട്. പക്ഷേ ഓണർ നല്ല ഒരാളായതുകൊണ്ട് ഹീറ്ററൊക്കെ ഓഫാക്കി ഇട്ടു കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട്. അല്ല ആ ഹീറ്ററിന് എന്തോ കുഴപ്പമുണ്ടോന്നുണ്ട്. അല്ല എനിക്കാണെങ്കിൽ എത്തണില്ല. ഫ്രിഡ്ജിന്റെ ബാക്കിലാണ് തിരിക്കണ സാധനം. ഞാൻ കുറെ നോക്കി. എന്താ ചെയ്യാ. ഞാൻ പണ്ട് ഒരു 3 വർഷം മുന്നേ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ. വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് അങ്ങനെ പോയതാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും പാടെ ഇവിടെ വന്നായപ്പോൾ റൂം അങ്ങനെ മാറി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് രണ്ടിരിക്കും പാടെ നിൽക്കാൻ ഇതാകുമ്പോൾ കുറച്ച് കംഫർട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമാണ് എൻസ്യൂട്ടാണ്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചൺ അത്യാവശ്യം ഭയങ്കര സ്പേസസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് മാറിയതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കിച്ചണിൻ്റെ. എന്ത് പറ്റി ചുടുവെള്ളം വരുന്നില്ലേ? ഇതൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ചുടുവെള്ളം വരില്ല, ഇടയ്ക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഒന്ന് വിളിച്ച് പറയണ ആളിനെ. ഒക്കെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി പ്രീപെയ്ഡ് ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നാട്ടിലേക്ക് പാക്ക് ചെയ്തിട്ട് വേണം ഞാൻ വേറെ ഒരു വീട്ടിലേക്ക് മാറാൻ. ഇവിടെ എന്തായാലും നിൽക്കൽ ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും. ലൈഫാ ഇത് എന്താ സാധനം നീ പറയുന്നില്ലല്ലോ. അതെന്താ പറയാണ്ടെങ്കിൽ അവസാനം പറയാനുള്ള പരിപാടിയാ? ഫുഡ് എന്താണ് സ്നാക്ക് എന്താ ഉണ്ടാക്കണെന്ന് പറയണ്ടേ? We are going to make churros. ശരി, ചൂറോസ്. ഇവിടെ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂരോസ് ഇങ്ങനെ കഴിക്കാൻ പൂതിയായിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിയ സമയത്ത് ഹൈഫ ചൂടാക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ട് വന്നു ഫ്രീസറിന്. എന്നിട്ട് നേരെ അവിടെ ഒരു കറുത്ത ഓവനുണ്ട്, അതിൽ കൊണ്ടുപോയി വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ മൊത്തം പോകാം. അതൊക്കെ പൊട്ടിത്തെറിച്ച് എന്തൊക്കെയാ പോലെ. അന്ന് കേടുവന്നാണ് ആ ഓവൻ. പിന്നെ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. പഴയ ഒരു ഓവൻ പിന്നെ ഒരു വൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ തൽക്കാലം എങ്ങനെ തള്ളി നീങ്ങി പോകുന്നുണ്ട്. വേറെ ഉണ്ടായിരുന്നു അന്ന്. ഈ വേറൊരു സാധനം ഉണ്ടാക്കിയില്ലേ, ദുബായ് ചോക്ലേറ്റ്. കുനാഫ ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സിൻ്റെ പകരം ഞങ്ങൾ ആദ്യം ഡയറി മിൽക്കാണ് ട്രൈ ചെയ്തത് ചൂടാക്കാൻ. ഡയറി മിൽക്കും ഇതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി വെച്ച് അത് കരിഞ്ഞ അവസാനം കരിഞ്ഞ ഡയറി മിൽക്ക് കഴിക്കേണ്ട ഒരു അവസ്ഥയായി അന്ന്. അതുകൊണ്ട് ഇതാക്കാൻ പറ്റിയില്ല. എനിക്കറിയില്ല, നോക്കട്ടെ. അങ്ങനെ തന്നെ. യെസ്, അങ്ങനെ ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ കൈയും കെട്ടി കൈയും കൂടി ഇട്ടാൽ മതി. കൈയും കെട്ടി നോക്കി നിൽക്കണം എന്താ ചെയ്യണം നോക്കട്ടെ. ഇത് മിക്കവാറും എൻ്റെ സഹായം വേണ്ടി വരും. എപ്പോഴും ഇങ്ങനെ തന്നെ സഹായം വേണ്ട പറയുന്നത്. അവസാനം കുറച്ച് കഴിഞ്ഞാൽ വരും, ഇക്ക ഇതൊന്ന് ചെയ്തു തരുമോ, അതൊന്ന് ആക്കി തരുമോ. അതെ, ആ സാധനം ഇതിൽ കിട്ടും. ബാക്കിയുള്ളതൊക്കെ നീ റെഡി ആക്കിയോ? ഇതിനുള്ള ലാസ്റ്റ് ചെയ്താൽ മതി. എന്താണ് പറഞ്ഞില്ലേ? പറഞ്ഞ 5 മിനിറ്റ് ആയത്. അപ്പത്തിനും ഓള് എന്നോട് ചോദിച്ച സഹായം അതങ്ങനെയാണ്. ആ എണ്ണയിലിടുന്നു. വേറെ എണ്ണ നിൽക്ക്, അതിനെ സെറ്റായി തരാം. നീ ഇത് റെഡിയാക്ക്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എന്തോ കഴിഞ്ഞു. ഹൈഫ എന്തൊക്കെ പുതിയ ടെക്നിക്ക് കാണിക്കുന്നുണ്ട്. എന്നോട് സഹായം വേണ്ടാന്ന് പറഞ്ഞ് ക്യാമറൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ എന്നെ കൊണ്ട് ചെറുതായിട്ട് പാത്രം കഴിപ്പിച്ചു. ഇത് ഞാൻ പറയില്ല എന്നുള്ള വിചാരിച്ചു. ഞാൻ പറയും. ഇനിയിപ്പോൾ അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ വെക്കണം. ഞാൻ ചെറുതായിട്ട് സഹായത്തിന് വേണ്ടി കൂടി. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹായിക്കാൻ തോന്നി. ഇതിൽ ഈ സാധനം വെക്കണമെങ്കിൽ ആദ്യമായിട്ട് അത് ഉപയോഗിക്കാൻ പോകണം. നൂൽപുട്ട് ഉണ്ടായി തരുന്ന ആളാണ്. ഉണ്ടാക്ക്. ഇത് ഫസ്റ്റ് തിരിച്ച് താത്തണം. അത് ആദ്യം കുറച്ച് പ്രഷറാക്ക്. എന്നിട്ട് അല്ല, ഇത് ഫസ്റ്റ് താത്തണം. താഴ്ത്തിക്കോ. ഞാൻ അതവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഇപ്പോൾ ചൂടായിക്കോളും.
അല്ല ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ അതിലാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ. കടയിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇടല. ഫുള്ള് കണ്ടു വെച്ചിട്ട് വന്നിക്കാണ്. ആയോ നോക്കട്ടെ, ആക്കി തരണോ? നടക്കോ വല്ലതും? പ്രസ് ചെയ്യല്ലോ ഇത് ചെയ്യണ്ട്. ഇതിങ്ങനെ ഇതാക്കി നീ സാധനം വെച്ചിട്ട് ഇങ്ങനെ തിരിക്കണം. അങ്ങനെ തന്നെ ആവുള്ളൂ, അത്ര തന്നെ ആവുള്ളൂ. എല്ലാം എന്താ പറയാ ഒരു ആക്രാന്തം പോലെയാണ്. ഇതിപ്പോ നോക്കിയാ 4 പുറം പോകും തോന്നുന്നു. ഇത് നൂൽപുട്ടല്ല, മറ്റേ നടക്കോ ഇല്ല എന്നുള്ളത് ഇപ്പം അറിയാം ഈ സാധനം കൊണ്ട്. അതാ അപ്പുറത്ത് കൂടെ ഒക്കെ പോയി. ഇതാണ് കുറച്ച് എന്താ പറയാ ക്ഷമല്ല അങ്ങോട്ട് ആക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഹൈഫന്റെ എന്താ പറയാ ഇത് എവിടെ എവിടെ കാണാൻ. അതോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ട്. എന്താ പാമ്പോ എന്തൊക്കെയാ കാട്ടുന്നുണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി തരട്ടെ? ഒരു മിനിറ്റ് ഞാനത് ചെയ്തു തരട്ടെ? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്നും ഇങ്ങോട്ട് തരും. ജസ്റ്റ് ഞാനിത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നമുക്കിന്ന് മറ്റേ കടയിൽ നിന്ന് കഴിച്ചാൽ ജസ്റ്റ് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമുക്കൊരു ഇതുപോലെ കിട്ടും. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? അത് എങ്ങനെ ഉണ്ടാക്കിയാലും നമ്മളല്ലേ കഴിക്കുന്നത്. നമ്മൾ അന്ന് കഴിച്ച സാധനം ഓർമ്മയില്ല. അത് ശരിക്കും ഒരു ഓവൽ ഷേപ്പ് ആയിരുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഈ ഒരു സാധനം വെച്ച് ഉണ്ടാക്കല്. അത് പൊട്ടിച്ചു, അതിനെ കേടുവരുത്തി. ഇനി പുതിയത് വാങ്ങേണ്ടി വരും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു. ഇവിടെ എന്ത് കിട്ടില്ല. ഭയങ്കര കഷ്ടപ്പെട്ട് ഞാൻ വെയിറ്റൊക്കെ കയറ്റി വെച്ച് കൊണ്ടുവന്നാണ്. ഇതുപോലൊരു സാധനം ഞാനൊരു കൂട്ടുകാരനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നൂൽപുട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട്. ഓൻ ഇന്നേ വരെ നൂൽപുട്ട് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. ചെയ്യാൻ പോണത് എണ്ണ ചൂടായി നോക്കട്ടെ. ഓക്കെ. എങ്ങനെ നോക്കണു? ചൂടായിക്കണു. കൈ ഇട്ട് നോക്കടിയില്. അതായിക്കണു. ഇനി ഒരു കാര്യം ചെയ്യും. മറ്റേ ഇങ്ങനെ ഓരോന്നത് നോക്കട്ടെ. ഇന്ന് ഹൈഫാസ് കുക്കിംഗ് ആണ് ഞാനിങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. മെല്ലെ അതിലിട്ട് ഏകദേശം പാമ്പിനെ എങ്ങനെ ഇതാക്കിയ പോലുണ്ടല്ലോ. മെല്ലെ എറിയണ്ട. എന്താ കാട്ടുന്നത്? മെല്ലെ വെച്ചുകൊടുക്കയില്ലേ, അല്ലെങ്കിൽ അതൊക്കെ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കണ്ടാ. മെല്ലെ വെച്ചുകൊടുക്കുക. അങ്ങനെ തന്നെ. ഇതൊന്ന് പൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക തരം കഴിയുണ്ടാവും. അത് എടുത്തിടുക വേഗം. 2 സെക്കൻഡ് റൂള് പാലിക്കാം. അങ്ങനെ എടുത്തിട്ടോ. ഇന്നത്തെ എന്തൊക്കെ ഇവിടെ പല ആകൃതികൾ, പല ഷേപ്പുകൾ എന്തൊക്കെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാം പാടെ ഒന്നായിട്ട് തിരിച്ചു വരുന്നാണ് പറയുന്നത്. ഇതിന്റെ കഥാകൃത്താണ് ഇവിടെ. ഇങ്ങോട്ട് വാങ്ങാൻ കാണിച്ചാൽ നോക്കട്ടെ. അങ്ങനെ ആക്കി റോസിന്റെ എന്താ പറയാ ഇത് ഉണ്ടാക്കി എന്തൊക്കെ ഇങ്ങനെ കരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ അരിമുറുക്കിന്റെ പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റ് ആണ്. അത് അച്ചില്ലാത്തോണ്ടാണെന്നാണ് പറയണത്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതില് അവസാനത്തെ ഒരു പൊടിക്കൈ കൂടി ഉണ്ട് ഇല്ലേ, അതും കൂടി ഇടാനല്ലേ. അങ്ങനെ അതും കൂടി ആയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇനി ഇത് എത്ര ഉണ്ടാക്കാണ്ട് ഇവിടെ. ഇതെല്ലാം പാടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നാ പറയണത്. ഞാനിതാ ഹൈഫിനെ ചെറുതായിട്ട് ഇങ്ങനെ സഹായിക്കാന്ന് വിചാരിച്ചോളൂ. അവിടെ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പലതരം ഡിസൈനിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ അതെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം എണ്ണയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ആക്കാനുണ്ട്. ഇത് നമ്മൾ ഒന്ന് പൊരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതിൽ എന്താ ഇതിൽ ആഡ് ആക്കാനുള്ള സിനിമ? അതെ, ആ പൗഡറും കൂടി ആഡ് ആക്കണം. ഒരു വെറൈറ്റി പൗഡറാണ്. അതെ, ഹൈഫ് അങ്ങനെ ഇടുന്നുണ്ട്. നേരം തെറിക്കും. അത് നല്ല ഇട്ടാല് ഇട്ടോ ഇടുമ്പോൾ അറിയാം. മുറിച്ചു ചെറിയ ഇതായി ഇങ്ങോട്ട് ഇത് മെല്ലെ എടുത്തത് നോക്കട്ടെ. ഞാൻ ഇട്ടൊന്നല്ല, ഞാൻ ഇട്ടാലും നീ ഇട്ടാലും ഒരുപോലെ തന്നെ. അയ്യോ അത് വീണുപോയി. നമ്മൾ എടുക്കുന്തോറും ഇതാ ഈ സാധനം ഭയങ്കര എന്താ പറയുക, തീരെ തിക്നെസ് ഇല്ലാത്തൊരു ഐറ്റം പോലെ അല്ലേ.
നമ്മളിത് എല്ലാം കുറഞ്ഞതുകൊണ്ടേ ഈ സാധനം പെട്ടെന്ന് ഇങ്ങനെ ഇതായി കൊണ്ടിരിക്കുന്നുണ്ട്. തിക്നെസ് പറഞ്ഞിട്ടേ സാധനം കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. കഴിക്കാനും ഇതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായാൽ മതി. ടേസ്റ്റ് ഉണ്ടാവും. പറഞ്ഞില്ല മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ചെറിയ കൈപ്പുണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് പടച്ചോന്. എന്നോടിപ്പോൾ എനിക്ക് തരാൻ പറ്റില്ല എനിക്ക് കൈപ്പുണ്ണ്. അങ്ങനെ ഏകദേശം ഞങ്ങളിത് കഴിയാനായി. ഇത് ഈ സാധനം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുറുക്കിൻ്റെ ഒരു ആകൃതിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു മധുര ടൈപ്പ് സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്താ ഇതാ ഇവിടെ എന്തൊക്കെയും ഇങ്ങനെ കാട്ടുണ്ട്. കൈ മൊത്തം ഇതാക്കി കുറച്ചും കൂടി ബാക്കിയുള്ളത് ഇവിടെ. അത് അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതാ കുറച്ച് നമ്മുടെ ആയിട്ടുണ്ട്. ബാക്കി ഇത് എവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം. പറയൂ. മൾട്ടി ടാസ്കിങ് ആണ്. ക്യാമറാമാൻ കം കുക്കിംഗ്. ഇതാണ് ഐഫോണിക്ക് തന്നിട്ട് ടാസ്ക്. എന്താ തുറക്കാൻ കിട്ടുന്നില്ല. ഏകദേശം ഞങ്ങളുടെ ഫസ്റ്റത്തെ അതായത് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഐഫയ്ക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റ് ആണ്. ഇത് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇതും കൊണ്ട് ചോക്ലേറ്റ് മെൽട്ടാക്കാമെന്ന്. അതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശും ലാഭവും ഈ സാധനം എന്തായാലും ഉപയോഗത്തിൽപ്പെടുകയും ചെയ്യും. മറ്റേത് കഴിക്കൂല, അത് അവിടെ അങ്ങനെ അങ്ങനെ കുറേ മിഠായി അവിടെ കിടക്കുന്നുണ്ട്. അവിടെ മറ്റേ ട്വിക്സ് മറ്റേ ബൗണ്ടി മിൽക്ക് വേ ആ വണ്ടിന്റെ ചെറുത് മിൽക്ക് ഇങ്ങനെ കിട്ടുന്ന മുട്ടകളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി കഴിക്കും. സെലിബ്രേഷൻ നീ വാങ്ങിയതല്ലേ? എന്നിട്ട് അതന്നെ ഞാൻ വാങ്ങും എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. റൂമിൽ കൊണ്ടുപോയി വെക്കും. അത്ര എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സാധനം ഒന്നും എനിക്ക് കിട്ടില്ല. ബൗണ്ടി മാത്രം വെക്കുക. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് അത് എനിക്ക് വേണ്ടി വെക്കുക. എന്നിട്ട് ഓൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഇഷ്ടപ്പെടണം. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇതാവൂല അല്ലേ? ആയിക്കോട്ടെ, നല്ല കാര്യം, വളരെ വളരെ നല്ല കാര്യം. ഇതില് ഗിഫ്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. അതെ, ഐഫയ്ക്ക് ഇന്ന് വലിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയതാണ്. കോഴിമുട്ട. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോൾ ജീവിതത്തിലും മുട്ടകൾ മാത്രം ഐഫ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ്. പൊട്ടിച്ചോക്ക, അതിൻ്റെ ഉള്ളിൽ പീനട്ട് ഉണ്ടെങ്കിലോ? പീനട്ട് ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അതെ, ഐഫ അങ്ങനല്ല ഒറ്റ അടി വേണ്ട. അതെന്ത് അടിച്ച് പൊട്ടിക്കാണ്ട്? അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല, രീതി ഉണ്ട്. അങ്ങനെ പൊട്ടിക്കണം. ഓ വാ, ആ ബൗൾ എടുക്കുക. ഏത് ബൗള്? പ്ലാസ്റ്റിക്കിന്റെ ബൗളായിരിക്കും. അല്ല, ബുദ്ധിയില്ലാത്ത കളി കളിക്കരുത്. വളരെ ഫുട്ബോൾ. പിടിച്ചോട്ടെ. വേണ്ട വേണ്ട പിടിച്ചോട്ടെ. വേണ്ട, എനിക്കറിയാം. ചൂടുള്ള അടി കൊടുക്ക്. ഇതിൽ വെക്കാണ്ടില്ല, ഇതിൽ വെക്കണ്ട. ചൂട് അടിക്കണം. എന്തിനാ അടിച്ചിട്ട് അതെ അവര് പറ്റിച്ചു. എന്തോ ഗിഫ്റ്റ് ഉണ്ട് വേണ്ടൊക്കെ ഐഫ വാങ്ങിയതാണ്. സാധനം ഗിഫ്റ്റ് കിട്ടിയില്ല. ഇനി ഇതിങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ ഇട്ടിട്ട് എന്താ കിട്ടുക? ചോക്ലേറ്റ് എല്ലാം വേമ്പയും പൊട്ടിച്ചിടണം. എന്തത് മെല്ലെന്നോ? അത് ചോക്ലേറ്റിന് വേനിക്കും. നമ്മൾ സ്ലോവായി ചെയ്യണം അല്ലേ ഐഫ? വേഗം കണ്ടത്. എന്നിട്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് മെൽട്ടായി കിട്ടും. ഓക്കെ, ചൂടുവെള്ളം ഒഴിക്കട്ടെ? ഒരുപാടൊന്നുമില്ല, കുറച്ചിങ്ങനെ ഒഴിച്ച്. അത് ആയിക്കോട്ടെ, അത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം അടുത്ത പരിപാടി തുടങ്ങും വേഗം. അത് ഞാൻ ചെയ്യാം, നീ നിൻ്റെ പരിപാടി തുടങ്ങും. പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത്. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് പഞ്ചസാരയും സിനമൺ പൗഡറും. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി അതിൽ ഷുഗേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ എക്സ്ട്രാ ഷുഗറും സിനമൺ പൗഡറും പാടെ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ആഡാക്കുമ്പോൾ ഒന്നും കൂടി കഴിക്കുമ്പോൾ നന്നായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെയാണ് ഹൈഫ പറയുന്നത്. ഓക്കെ കേട്ടോ. അതെ, ഏകദേശം എത്ര സ്പൂണാണ് ഇടുന്നതെന്നൊക്കെ നോക്കിക്കോ.
1 സ്പൂൺ പഞ്ചസാര, അതിന് സിനമൺ പൗഡർ ഉണ്ട്. ഇട്ടോ, നീ ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പോരാ, കുറച്ചും കൂടി ഇട്, കുറച്ചും കൂടി ഇട്ടോ. ഓക്കെ, മതി മതി. ഇനി അടുത്ത് സിനമൺ പൗഡർ, അത് കുറച്ച് ഫ്ലേവറിങ്ങിനാണ്, അത് ഒരുപാട് ഉണ്ട് കേട്ടോ, ഒരുപാട് ഇട്ട രസം ഉണ്ടാവില്ല. ഓക്കെ, ഇട്ടോ, കുറച്ചും കൂടി ഇട്ടോ, കുറച്ചും കൂടി ഇട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്ത്, കൈ കൊണ്ട് മിക്സ് ചെയ്തോ. അതന്നെ. ഓക്കെ, ഇനി അതിൽ നമുക്ക് ചോറോസ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഇടാം. ഇടട്ടെ? പട്ടിക്കോ അതൊന്നും ചിന്തില്ല. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അല്ലേ? മിക്സ് ചെയ്തെടുക്കുന്നതാണ് കാര്യം. അതെ, ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് അപ്പുറത്ത് കൂടെ നൈസായിട്ട് വാഷിംഗ് മെഷീൻ ഓണാക്കി കൊടുത്തു. ആർക്കും വേണ്ടി അത് കുറേ നേരം അത് പണിയെടുക്കുക. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അല്ലല്ല, അത് ഓട്ടോമാറ്റിക്കലി വന്നതാ. എന്താണ് അത് ക്യാമറയിൽ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ കാണുന്നുണ്ടാവില്ല. ഒന്നുമില്ല, അത് മൈദപ്പൊടിയാണ്. പിന്നെ ഈ സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇടണം. വിത്ത് ടിഷ്യൂ അടക്കം ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. നീ ഇട്ട പഞ്ചസാരയും മറ്റേതും പോരാ. ആനയും എറുമ്പും അതാണ് ഇവിടെ നടന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവായ പോലെയാണ് എനിക്കൊരു ഫീൽ. അതിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഏകദേശം നമ്മുടെ ഈ സാധനം കൂടെ കഴിഞ്ഞു. ഇനി ഇതിങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക്. ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ എന്താ പറയുക, എൻ്റെ കൈകളാണല്ലേ. ഏകദേശം അതെ, അടിപൊളിയായിട്ടുണ്ട്. കാണാനൊക്കെ ഭയങ്കര രസമുണ്ട്. ഇനി ഇത് സാധനം ഇങ്ങനെ കഴിക്കണം ഇല്ല. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ വായന്ന് വെള്ളം ഊറാൻ തുടങ്ങി. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഈ സാധനം. അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പൊരിച്ചതൊക്കെ തന്നെ, എന്നാലും പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിയും ബെറ്ററാണ് സാധനം. ഇനി ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് പിന്നെ മുക്കി കഴിക്കുക. അങ്ങനെ മുക്കി കഴിക്കാനാണത് തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ഞാൻ ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പിസ്താഷ്യോ, ഇതിൻ്റെ ഫ്രണ്ടാണ് പിസ്താഷ്യോ, ഇതിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം പിസ്താഷ്യോയിൽ ഞാൻ അതുവരെ ട്രൈ ചെയ്തില്ല. ചോക്ലേറ്റിലും പിന്നെ കുറേ വെറൈറ്റീസ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് അത് ഇന്നൊക്കെ ആയിട്ട് അതിങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഫണ്ടിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതും കൂടി ഇന്നൊന്ന് മെൽട്ടാക്കണം ചെറുതായിട്ട്. എന്നിട്ട് ഇതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ രണ്ടും പാടായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും കഴിച്ചു നോക്ക്. അതായത് ഇതിലും ചോക്ലേറ്റിലും രണ്ടിലും പാടായിട്ട് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതെടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അയ്യോ ഇവിടെ ഇവിടെ ഉണ്ട് പാത്രം. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകാനാക്കി കൊടുത്തുന്നു. എപ്പോഴും ഇങ്ങനെ തന്നെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ മുന്നിൽ വെക്കും. എന്നിട്ട് അവസാനം പാത്രം കഴുകാൻ എല്ലാം ഹൈഫയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കും. അത് നമ്മുടെ ഒരു കടമയാണല്ലോ. പിസ്താഷ്യോ ക്രീമാണിത്. ഭയങ്കര തിക്കാണ്, കുറച്ച് മെൽട്ടാക്കാം. ഒരുപാടാക്കണ്ട, ഇത്ര പോലെ ഇത് മതി. ടെൻഷനാകണ്ട, സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇനിയുണ്ട് അവിടെ, വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഐഫൻ്റെ ദുബായ് ചോക്ലേറ്റിന് വേണ്ടിയിട്ട്. അതെ, ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മോൾഡെല്ലാം വാങ്ങി. പക്ഷെ സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോയപ്പോൾ അവിടെ സാധനം സ്റ്റോക്കില്ല. ഇനി പോകുമ്പോൾ പോയി നോക്കണം. കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ടേ വരുള്ളൂ കൊണ്ടിട്ടാണ് ഐഫോൺ. ചേച്ചി അവിടെ പോയി നിൽക്കണം. ഇങ്ങോട്ട് പോയോ, പേടിച്ച് മാറി നിൽക്കുക. പാവം, എന്താ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഏകദേശം 2 തരം, ഒരു ചോക്ലേറ്റിൻ്റെതും സിറപ്പും ഒരു പിസ്താഷ്യോ സിറപ്പും ഏകദേശം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിട്ട് വേണം നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ അല്ലേ. സാധനം എടുക്കുന്ന നമുക്കിന്ന് എവിടെ പോയി ഇരുന്ന് കഴിക്കാം? റൂമൊന്നും വേണ്ട, ഇവിടുന്ന് കഴിക്കാം. അവിടെ ഇരിക്കുക തൽക്കാലം. ശരി, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ.
ഓക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കേ. ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ? ഞാൻ ആദ്യം പിസ്താഷ്യോയിൽ ടേസ്റ്റ് ചെയ്യാം. നീ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തോ. ഞാൻ സാധനം എടുത്തിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട്. കഴിച്ചോ. അതെ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നത്. ഞാൻ കഴിക്കട്ടെ. ചോക്ലേറ്റ് ഞാൻ അങ്ങനെ കഴിക്കില്ല. നോക്കട്ടെ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ സാധനം ബാക്കപ്പ് പ്ലാൻ വെച്ചോണ്ട് നന്നായി. മറ്റേനെക്കാട്ടിയും ടേസ്റ്റ് ഇതിനാണ് അല്ലേ? ഞങ്ങൾ പുറമെ കഴിച്ചതിനെക്കാട്ടിയും എനിക്ക് പിസ്താഷ്യോൻ്റെ ഫ്ലേവറിൽ ചൂറോസ് ഭയങ്കരമായിട്ട് തോന്നി. എനക്കും തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തീർത്തു. ഇവിടെ കുക്കിംഗ് എല്ലാം തീർത്തു. ഇനിയും ഇതുപോലെ നല്ല വീഡിയോസ് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. മറക്കരുത്, ഇനി കുറേ ട്രാവലിംഗ് വീഡിയോസൊക്കെ വരാനുണ്ട്. ഈ നോമ്പൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഉഷാറായി എല്ലാവരും വരും. കാരണം നമുക്ക് പുറത്ത് പോകുമ്പോൾ തിരിച്ച് വരാനുള്ള ബുദ്ധിമുട്ടും കാരണം അങ്ങനെ പോക്കില്ല. എന്തായാലും ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. നല്ല വീഡിയോസ് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. Churros, pistachio, chocolate. Ta-da!